ഇപ്പം ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് എങ്ങോട്ട് കിടക്കാം, ക്വസ്റ്റ്യനിലേക്കും കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പെരിയാറിനെ കുറിച്ച് പറയുകയാണ്. പെരിയാർ എന്ന് പറയുമ്പോൾ പെരിയാറിൻ്റെ നീളം എത്രയാണ്? പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ ആണ്. ലെങ്ത് ഓഫ് പെരിയാർ ആൻസർ 244 കിലോമീറ്റർ. 244 കിലോമീറ്റർ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. ലോങ്ങസ്റ്റ് റിവർ ഓഫ് കേരള ആൻസർ പെരിയാർ. ലോങ്ങസ്റ്റ് റിവർ ഓഫ് കേരള ആൻസർ പെരിയാർ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പെരിയാർ ആലുവയിൽ വെച്ച് മംഗലംപുഴ എന്നും മാർത്താണ്ഡൻപുഴ എന്നും രണ്ടായിട്ട് പിരിയുന്നു. പെരിയാർ ആലുവ എന്ന സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? മംഗലംപുഴ എന്നും മാർത്താണ്ഡൻപുഴ എന്നും രണ്ടായിട്ട് പിരിയുന്നു. പെരിയാർ ഡിവൈഡഡ് ഇൻറ്റു മംഗലംപുഴ ആൻഡ് മാർത്താണ്ഡൻപുഴ അറ്റ് ആലുവ. ആലുവയിൽ വെച്ച് മംഗലംപുഴ എന്നും മാർത്താണ്ഡൻപുഴ എന്നും രണ്ടായിട്ട് പിരിയുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ അർത്ഥശാസ്ത്രത്തിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും പൂർണ്ണ എന്നും അറിയപ്പെടുന്നു. പെരിയാർ ഈസ് നോൺ ആസ് ചൂർണി ആൻഡ് പൂർണ്ണ. ചൂർണി ആൻഡ് പൂർണ്ണ ഇൻ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും പൂർണ്ണ എന്നും അറിയപ്പെടുന്നു. സംഘകാല കൃതികളിൽ ചുള്ളി എന്നും മുരുജി എന്നും അറിയപ്പെടുന്നു. സംഘകാല കൃതികളിൽ ചുള്ളി എന്നും മുരുജി എന്നും അറിയപ്പെടുന്നത് ഏത് നദിയാണ്? പെരിയാറാണ്. പെരിയാർ ഈസ് നോൺ ആസ് ചുള്ളി ആൻഡ് മുരുജി. മുരുജി അറ്റ് സംഘകാലഘട്ടത്തിൽ ചുള്ളി എന്നും മുരുജി എന്നും അറിയപ്പെടുന്നു. ആൻസർ പെരിയാർ. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമാന ആകൃതിയിലുള്ള അണക്കെട്ട് ഏതാണ്? ഇടുക്കി അണക്കെട്ടാണ്. ലാർജസ്റ്റ് ആർച്ച് ഡാം ഓഫ് ഇന്ത്യ, ലാർജസ്റ്റ് ആർച്ച് ഡാം ഓഫ് കേരള. ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എന്താണ്? ഇടുക്കി ഡാം. ലാർജസ്റ്റ് ആർച്ച് ഡാം ഓഫ് ഇന്ത്യ, ലാർജസ്റ്റ് ആർച്ച് ഡാം ഓഫ് കേരള. ആൻസർ എന്താണ്? ഇടുക്കി ഡാം. ഇടുക്കി ഡാം എവിടെയാണ്? ഇടുക്കി ഡാം എവിടെയാണ്? ഇടുക്കിയിലാണ്, പെരിയാറിലാണ് കേട്ടോ. പെരിയാറിന്റെ പോഷക നദിയായ ചെറുതോണിപ്പുഴയിലാണ്. അതുപോലെ മെയിൻ ട്രിബ്യൂട്ടറീസ് ഓഫ് പെരിയാർ. പെരിയാറിന്റെ പോഷകതയിലൊക്കെയാണ് മുല്ലയാർ, ഇടമലയാർ, മുതിരമ്പുഴ ആൻഡ് ചെറുതോണി. ദീസ് ആർ ദ ട്രിബ്യൂട്ടറീസ് ഓഫ് റിവർ പെരിയാർ. പെരിയാറിന്റെ പോഷകതകളാണ് മുല്ലയാർ, ഇടമലയാർ, മുതിരമ്പുഴ, ചെറുതോണി തുടങ്ങിയത്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഫസ്റ്റ് ഡാം ഓഫ് കേരള. ആൻസർ മുല്ലപ്പെരിയാർ ഡാം. ഫസ്റ്റ് ഡാം ഓഫ് കേരള. ആൻസർ മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാം എവിടെയാണ്? മുല്ലപ്പെരിയാർ ഡാം അറ്റ് ഇടുക്കി ഡിസ്ട്രിക്ട്. മുല്ലപ്പെരിയാർ ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ്. മുല്ലപ്പെരിയാർ തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? മുല്ലപ്പെരിയാർ ഡാം ഇഷ്യൂ ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാട്. കേരളവും തമിഴ്നാടും തമ്മിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തർക്കം നിലനിൽക്കുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ ആലുവയിലെ അദ്വൈതാശ്രമം, മലയാറ്റൂർ പള്ളിയെ, അതുപോലെ കാലടിയെ, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി, അതുപോലെ തന്നെ ആലുവ ശിവക്ഷേത്രം. ഇവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിൻ്റെ തീരത്താണ്. ആലുവ ശിവ ടെമ്പിൾ, ആലുവ അദ്വൈതാശ്രമം, ബർത്ത് പ്ലേസ് ഓഫ് ശങ്കരാചാര്യ കാലടി, മലയാറ്റൂർ ചർച്ച്. ദീസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ പെരിയാർ. ഇവയെല്ലാം പെരിയാറിൻ്റെ തീരത്താണ്. പെരിയാർ എവിടെ പതിക്കുന്നു ചോദിച്ചാൽ എവിടെയാണ് പെരിയാർ പതിക്കുന്നത്? പെരിയാർ ആലുവയിൽ വെച്ച് രണ്ടായിട്ട് പിരിയുന്നു എന്ന് നമ്മൾ പറഞ്ഞു. മംഗലംപുഴ അറബിക്കടലിൽ പതിക്കുന്നു, മാർത്താണ്ഡൻപുഴ കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു. പെരിയാർ അവിടെ പതിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം. പെരിയാർ അവിടെ പതിക്കുന്നു, അറബിക്കടലിൽ പതിക്കുന്നു. പെരിയാർ ഫാൾസ് ഇൻറ്റു അറേബ്യൻ സീ. പെരിയാർ ഫാൾസ് ഇൻറ്റു അറേബ്യൻ സീ. അതുപോലെ പെരിയാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ഏതാണ്? പെരിയാറാണ്. ദ റിവർ പെരിയാർ ഹാസ് മോസ്റ്റ് നമ്പർ ഓഫ് ഡാംസ് ഇൻ കേരള. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ഏതാണ്? ആൻസർ പെരിയാറാണ്. പെരിയാറാണ്. ഇനി നമ്മൾ പെരിയാറിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ആരെക്കുറിച്ച് പറയുകയാണ്? നമ്മൾ ഭാരതപ്പുഴയെ കുറിച്ച് പറയുകയാണ്. ഭാരതപ്പുഴ കേരളത്തിലെ നദികളിൽ വെച്ച് നീളത്തിൽ 2ാം സ്ഥാനം ആർക്കാണ്? ഭാരതപ്പുഴയ്ക്കാണ്. സെക്കൻഡ്
ലോങ്ങസ്റ്റ് റിവർ ഓഫ് കേരള? ആൻസർ എന്താണ്? ഭാരതപ്പുഴ. സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ഓഫ് കേരള, ആൻസർ ഭാരതപ്പുഴ. ലെന്ത് 209 കിലോമീറ്റർ ആണ്. ലെന്ത് എത്രയാണ്? 209 കിലോമീറ്റർ. അതുപോലെ തന്നെ ഭാരതപ്പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരതപ്പുഴ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നു. ഭാരതപ്പുഴ ഈസ് നോൺ ആസ് കേരള ഗംഗ. കേരള ഗംഗ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ഈസ് നോൺ ആസ് കേരള ഗംഗ. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ചിതാഭസ്മം ഒഴുക്കിയ നദി കൂടിയാണ് ഏത്? ഭാരതപ്പുഴ. കേട്ടോ, ഓർത്തുവെച്ചോണം. അതുപോലെ പറയുകയാണെങ്കിൽ ഭാരതപ്പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. ലാർജസ്റ്റ് ഡാം ഓഫ് കേരള, ആൻസർ മലമ്പുഴ ഡാം. എവിടെയാണ്? മലമ്പുഴ ഡാം പാലക്കാട് ഡിസ്ട്രിക്റ്റ്, ഭാരതപ്പുഴ. മലമ്പുഴ അണക്കെട്ട് എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. ജില്ല പാലക്കാടാണ്. അതുപോലെ ഭാരതപ്പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ കിള്ളിക്കുറിശി മംഗലം, അതുപോലെ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം, നാവാമുകുന്ദ ക്ഷേത്രം, നാവാമുകുന്ദ ക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, കേരള കലാമണ്ഡലം എന്നിവ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണ്. കേരള കലാമണ്ഡലം, ബർത്ത് പ്ലേസ് ഓഫ് കുഞ്ചൻ നമ്പ്യാർ, കിള്ളിക്കുറിശി മംഗലം, തിരുനാവായ നാവാമുകുന്ദ ടെമ്പിൾ, ദീസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ ഭാരതപ്പുഴ. ഇവയൊക്കെ ഭാരതപ്പുഴയുടെ തീരത്താണ്. അതുപോലെ ഭാരതപ്പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഭാരതപ്പുഴയ്ക്ക് പോഷക നദികളുണ്ട്. ഏതൊക്കെയാണ്? കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ, തൂതപ്പുഴ. കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ ആൻഡ് തൂതപ്പുഴ. ദീസ് ആർ ദ ട്രിബ്യൂട്ടറീസ് ഓഫ് റിവർ ഭാരതപ്പുഴ. ഭാരതപ്പുഴ എവിടെ പതിക്കുന്നു? ഭാരതപ്പുഴ പതിനെവിടെയാണ്? ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഭാരതപ്പുഴ ഫാൾസ് ഇൻടു അറേബ്യൻ സീ അറ്റ് പൊന്നാനി. ഭാരതപ്പുഴ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ച് എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. ഭാരതപ്പുഴ പതനം എവിടെയാണ്? പൊന്നാനി വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അതാണ് ഭാരതപ്പുഴ. കേട്ടോ, അതുപോലെ ഭാരതപ്പുഴ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ച് പതിക്കുന്നു, അറബിക്കടലിൽ പതിക്കുകയാണ്. നമ്മൾ പെരിയാറിനെ കുറിച്ച് പറഞ്ഞു, ഭാരതപ്പുഴയെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ കല്ലടയാറിനെ കുറിച്ച് പറയുകയാണ്. കല്ലടയാറിനെ കുറിച്ച് അറിയാം. നീളം എത്രയാണ്? 121 കിലോമീറ്റർ ആണ്. ലെന്ത് ഓഫ് കല്ലട റിവർ, ആൻസർ 121 കിലോമീറ്റർ ആണ്. കല്ലടയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കുളത്തൂപ്പുഴ മലനിരകൾ. കല്ലട റിവർ ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം കുളത്തൂപ്പുഴ ഹിൽസ്. കുളത്തൂപ്പുഴ മലനിരകളിൽ നിന്നുമാണ് കല്ലടയാറ് ഉത്ഭവിക്കുന്നത്. അതുപോലെ കല്ലടയാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള തൂക്കുപാലം ഏതാണ്? പുനലൂർ തൂക്കുപാലമാണ്. ഓൾഡസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഓഫ് കേരള, ആൻസർ പുനലൂർ ഹാങ്ങിങ് ബ്രിഡ്ജ്. അതെവിടെയാണ്? പുനലൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് പുനലൂരാണ്, കല്ലടയാറിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ തെന്മല ഡാം. ഇവിടെ തെന്മല ഡാം അവിടെ ചെയ്യുന്നു. തെന്മല ഡാം സ്ഥിതി എവിടെയാണ്? എവിടെയാണ് തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് തെന്മല ഡാം? കല്ലടയാറിലാണ്. അതുപോലെ കേരളത്തിലെ തെന്മല ഡാം അറ്റ് കല്ലട റിവർ. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ലായ പുനലൂർ പേപ്പർ മിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? കല്ലടയാറിന്റെ തീരം. പുനലൂർ പേപ്പർ മിൽ ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് കല്ലട റിവർ. പുനലൂർ പേപ്പർ മില്ല് കല്ലടയാറിന്റെ തീരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി ഏതാണ്? തെന്മല. ഫസ്റ്റ് എക്കോ ടൂറിസം പ്രോജക്റ്റ് ഓഫ് കേരള, ഫസ്റ്റ് എക്കോ ടൂറിസം പ്രോജക്റ്റ് ഓഫ് ഇന്ത്യ. ആൻസർ എന്താണ്? തെന്മല. ഫസ്റ്റ് എക്കോ ടൂറിസം പ്രോജക്റ്റ് ഓഫ് കേരള ഏതാണ്? അതുകൊണ്ട് തന്നെയാണ് തെന്മല തന്നെയാണ്. അതുപോലെ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ്? തെന്മല. ഫസ്റ്റ് ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഓഫ് ഏഷ്യ, ആൻസർ തെന്മല. തെന്മല എവിടെയാണ്? കല്ലടയാറിന്റെ തീരത്താണ്. എവിടെയാണ്? കല്ലടയാറിന്റെ തീരത്താണ് തെന്മല, ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് കല്ലട റിവർ. അതുപോലെ തന്നെ കല്ലടയാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കല്ലടയാറ് കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്തിൽ വെച്ച് എവിടെ പതിക്കുന്നു? അഷ്ടമുടിക്കായലിൽ പതിക്കുന്നു. കല്ലട റിവർ ഫാൾസ് ഇൻടു അഷ്ടമുടി ലേക്ക് അറ്റ് മൺട്രോത്തുരുത്തിൽ വെച്ച് എവിടെ പതിക്കുന്നു? അഷ്ടമുടിക്കായലിൽ പതിക്കുകയാണ് കല്ലടയാറ്. അതുപോലെ തന്നെ കല്ലടയാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിതൃതർപ്പണത്തിന് പേര് കേട്ട ആദിശമംഗലം മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കല്ലടയാറിന്റെ തീരത്താണ്. കേട്ടോ,
ആദിശമംഗലം മഹാവിഷ്ണു ക്ഷേത്രം പൊതുതർപ്പണത്തിന് പേര് കേട്ട ഒരു ക്ഷേത്രമാണ് ഏത് തിരു ആദിശമംഗലം മഹാവിഷ്ണു ക്ഷേത്രം. സ്ഥിതി എവിടെയാണ്? കല്ലടയാറിൻ്റെ തീരത്താണ് കേട്ടോ. അതുപോലെ തിരുവാറ്റ ശിവക്ഷേത്രം, ഉപരികുന്നം മഹാവിഷ്ണു ക്ഷേത്രം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കല്ലടയാറിൻ്റെ തീരത്താണ്. ഇതൊക്കെ എനിക്കറിയാവുന്ന 2-3 ക്ഷേത്രങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞത്. വേറെ ഒരുപാട് ക്ഷേത്രങ്ങൾ കല്ലടയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. എങ്കിലും എനിക്കറിയാവുന്ന 2 ക്ഷേത്രങ്ങളുടെ പേര് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ കല്ലടയാറിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. അതെവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. ഹയസ്റ്റ് വാട്ടർഫാൾ ഓഫ് കേരള ഏതാണ്? ആതിരപ്പള്ളി വാട്ടർഫാൾ. എവിടെയാണ്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. ആതിരപ്പള്ളി വാട്ടർഫാൾ അറ്റ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്, ചാലക്കുടി റിവർ. അപ്പം ഞാൻ വന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആർക്കും കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബുക്കിലോ വല്ല നോട്ട് ചെയ്ത് വെച്ചാൽ പിന്നീട് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, തൽക്കാലം നിർത്തുവാണ് കേട്ടോ.